മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ലൈഫ് അഷുറൻസ് ഫണ്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഒരു 4 മാർക്കിൻ്റെ ടോപ്പിക് കൂടിയാണ് കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാൻ വേണ്ടി നോക്കിയപ്പോൾ, ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യാസം കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവിടെ നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 218 ഇല്ലസ്ട്രേഷൻ 13 ആണ്. പേജ് നമ്പർ 218 ഇല്ലസ്ട്രേഷൻ 13. അപ്പോൾ ഞാനതൊന്ന് വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ദി ലൈഫ് അഷുറൻസ് ഫണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആസ് ഓൺ 31/3/2020 ഈസ് 86,48,000. 86,48,000 അഷുറൻസ് ഫണ്ട്. അത് നമുക്ക് സാധാരണ തരുന്ന റേറ്റാണ്. അത് 86,48,000. ഫുൾ സ്റ്റോപ്പ്. ദി ഇൻ്ററിം ബോണസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് വാസ് ₹1,48,000. ദ നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ ഈസ് ₹74,25,000. അപ്പോൾ ആക്ച്വറിയൽ വാല്യുവേഷൻ്റെ നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 74,25,000 ആണ്. ഈ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഐറ്റം, അതായത് നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ടും ആക്ച്വറിയൽ വാല്യുവേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. പക്ഷേ ഇവിടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, സർപ്ലസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് വാല്യുവേഷൻ പീരീഡ് വാസ് ₹8,50,000. 8,50,000. The directors of the company proposed to carry forward ₹9,31,000. അപ്പോൾ അവിടെ ആൻഡ് ടു ഡിവൈഡ് എന്നാണ് അടുത്ത സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ ആ ആൻഡ് വായിക്കാൻ വരട്ടെ. അതിനു മുൻപ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി പ്രൊപ്പോസ്ഡ് ടു ക്യാരി ഫോർവേഡ് ₹9,31,000 എന്ന് പറയുന്നുണ്ട്. അതായത് 9,31,000 എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ആൻഡ് ടു ഡിവൈഡ് ദ ബാലൻസ് ബിറ്റ്വീൻ the shareholders and the policy holders in the ratio of 1:10. അതെന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അത് പോളിസി ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണോ ആ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 9,30,000 അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാനും, ബാക്കിയുള്ള പ്രോഫിറ്റിനെ ഷെയർ ഹോൾഡേഴ്സിനെ 1 പോളിസി ഹോൾഡേഴ്സിന് 10, അങ്ങനെ 1:10 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി പറയുന്നത് ഷോ, ഫസ്റ്റ് പോയിൻറ്റ്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. നമ്മൾ ആദ്യം തന്നെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം, നമുക്കത് അറിയാം. സെക്കൻഡ് പോയിൻറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ വാല്യുവേഷൻ പീരീഡ്. വാല്യുവേഷൻ പീരീഡിലെ നെറ്റ് പ്രോഫിറ്റ് കാണണം. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടില്ലാത്തൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. 3, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാതെ മാറ്റിവെച്ച്. പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല, ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് നന്നായിട്ട് നോക്കി വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2020. അതിലെ ബൈ സൈഡിലെ ബൈ ലൈഫ് അഷുറൻസ് ഫണ്ട് 86,48,000. ഇനി 2 സൈഡിലെ ആക്ച്വറിയൽ വാല്യുവേഷൻ നമ്മൾ എന്താ എഴുതുക, 2 നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ, അല്ലെങ്കിൽ വെറും നെറ്റ് ലയബിലിറ്റി എന്ന് എഴുതിയാലും മതി. ദാറ്റ് ഈസ് 74,25,000. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. 86,48,000 ക്രെഡിറ്റ് സൈഡിൽ വന്നു, അതന്നെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 12,23,000 കിട്ടും. 12,23,000. അത് നമ്മൾ എന്തായിട്ട് കൊടുക്കുക, സർപ്ലസ് എന്നുള്ള പേര് കൊടുക്കുക. അപ്പോൾ സർപ്ലസ് കിട്ടിയ എത്രയാണ്, 12,23,000 സർപ്ലസ് ആണ്. ഇനി നമുക്ക് സർപ്ലസിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ ഹെഡിങ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് പ്രോഫിറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ്
അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. എന്നിട്ട് വലത് ഭാഗത്തിൽ എമൗണ്ട് കോളമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വലിയ കോളത്തിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സർപ്ലസ് അവിടെ എഴുതി വയ്ക്കുക. ആഡ് ഇൻ്ററിം ബോണസ് പെയ്ഡ്. ഇൻ്ററിം ബോണസ് പേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്ററിം ബോണസ് കൊടുത്തിട്ടുണ്ടാവുക എവിടെ നിന്നാണ്? നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ഈ വർഷത്തെ സർപ്ലസിൽ നിന്നാണ് ഇൻ്ററിം ബോണസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻ്ററിം ബോണസ് പെയ്ഡ് എത്രയാണെന്ന് നോക്കുക കുട്ടികൾ. ആ ക്വസ്റ്റ്യനിലൊന്ന് വായിച്ച് നോക്കിയേ. ഇൻ്ററിം ബോണസ് പെയ്ഡ് ആ ലൈഫ് അഷുറൻസ് കമ്പനി ഫണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 86,48,000 ഫണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് വായിക്കാം. രണ്ടാമത്തെ സെൻറ്റൻസ് ദ ഇൻ്ററിം ബോണസ് പെയ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് വാസ് ₹1,48,000. അപ്പോൾ ആ 1,48,000 നമ്മൾ ആഡ് ചെയ്യാം. ഇൻ്ററിം ബോണസ് പെയ്ഡ് 1,48,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 13,71,000 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഒരു കാര്യമുണ്ട്, എന്താണ്? ലെസ് സർപ്ലസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് പീരീഡ്. അല്ലേ, ഈ വർഷം സർപ്ലസ് എത്ര മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു? 9,31,000 മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സർപ്ലസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സർപ്ലസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് വാല്യുവേഷൻ പീരീഡ് വാസ് ₹8,50,000. അത് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യാം. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് കിട്ടി. ദാറ്റ് ഈസ് 5,21,000. അതാണ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, ഇത് കുട്ടികൾക്കൊരു പുതിയ ഐറ്റമാണ്. ഇവിടെ ചെയ്തത് ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള സർപ്ലസിൽ നിന്ന്, സർപ്ലസ് എവിടെ നിന്നാണ് കിട്ടുക? വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സർപ്ലസ് കിട്ടും. ആ സർപ്ലസിനോട് കൂടി നമ്മൾ ഇതിനിടയ്ക്ക് കൊടുത്ത, ഇൻ്ററിമിന് കൊടുത്ത, അതായത് കഴിഞ്ഞ വർഷം കൊടുത്ത അല്ലെങ്കിൽ ഈ വർഷം കൊടുത്ത ബോണസ് നമ്മൾ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാനുള്ള കാരണം ബോണസ് കൊടുക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ്? നമ്മുടെ സർപ്ലസിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ റിയൽ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി ബോണസ് കൊടുത്ത് നമ്മൾ ആഡ് ചെയ്തു. ദെൻ കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് ഈ വർഷം എന്തായിട്ട് വന്നു? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ടാണ് സർപ്ലസിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 5,21,000 ആണ് പ്രോഫിറ്റ്. ഡബിൾ ലൈൻ ചെയ്യാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അത് കുട്ടികൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് വെറൈറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അടുത്തത് സാധാരണത്തെ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് കാണും? അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ എന്ന് പറയുന്നത് എന്താണ്? സർപ്ലസ് ഒക്കെ കുറയ്ക്കുന്നതിന് മുൻപ് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ എന്താണ്? സർപ്ലസും ഇൻ്ററിം ബോണസൊക്കെ പേ ചെയ്തോളും. അപ്പോൾ സർപ്ലസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സർപ്ലസ് വെക്കാതെ ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ 13,71,000 എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മനസ്സിലാകാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് 12,23,000. ആഡ് ഇൻ്ററിം ബോണസ് പെയ്ഡ് 1,48,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും 13,71,000. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ടാണ് ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ 13,71,000 എഴുതിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെസ് പ്രോഫിറ്റ് ടു ബി ക്യാരിഡ് ഫോർവേഡ്. അതിൽ നിന്ന് ആദ്യം തന്നെ കുറയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് എത്രയാണ്? അത് 9,31,000 ആണ്. 9,31,000 കുറയ്ക്കേണ്ടത്. അത് കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? ദാറ്റ് ഈസ് 4,40,000 അല്ലേ? 4,40,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. അതിന് പേര് കൊടുക്കുക ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐറ്റം വന്ന് എന്താണെന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് തോന്നും. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദി പ്രോഫിറ്റ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് ദ പ്രോഫിറ്റ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ്. അല്ലേ, ഷെയർ ഹോൾഡേഴ്സിനാണ് കൂടുതൽ, പോളിസി ഹോൾഡേഴ്സിന് കുറവാണ്. ദെൻ അതാണ് 4,40,000. ഇനി എന്ത് ചെയ്യുക? ഈ 4,40,000 എന്ന് പറയുന്നത് എന്താണ്? പോളിസി ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനുമുള്ള പ്രോഫിറ്റ് കൂടിയതാണ്. അപ്പോൾ 4,40,000 എന്തുണ്ട്? ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിനും
10 ഭാഗം പോളിസി ഹോൾഡേഴ്സിനാണ്. അപ്പോൾ 1 ഭാഗവും 10 ഭാഗവും കൂടി ചേർന്നാൽ എത്ര ഭാഗം ഉണ്ടാവും? 11 ഭാഗമാണ് 4,40,000. കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ചിലർക്ക് എന്താണ് ഇങ്ങനെ ഒരു രീതിയിൽ പറയണമെന്നൊക്കെ കുട്ടികൾക്ക് സംശയം തോന്നും. ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ രീതിയിൽ പറയുന്നത്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അങ്ങനെ പറയുന്നു. അപ്പോൾ 4,40,000 എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റാണ്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പോളിസി ഹോൾഡേഴ്സിൻ്റെയും അവകാശപ്പെട്ടിട്ടുള്ള എമൗണ്ടാണ്. ഇതിലെ 10 ഭാഗം പോളിസി ഹോൾഡേഴ്സിനും 1 ഭാഗം ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഇത് 10ഉം 1ഉം കൂടി ചേർന്നാൽ എത്ര ഭാഗമുണ്ട്? 11 ഭാഗമാണ്. അപ്പോൾ ഇത് ആകെ എത്ര ഭാഗമാണ്? 11 ഭാഗമാണ്. 11 ഭാഗത്തിലത്തെ 1 ഭാഗം ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. 10 ഭാഗം പോളിസി ഹോൾഡേഴ്സിനാണ്. ഇനി സാധാരണ പറയുന്ന മെത്തേഡ് പറയാം അല്ലേ. ഇത് 1:10 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 4,40,000 ഇൻറ്റു 1/11 പോളിസി ഷെയർ ഹോൾഡേഴ്സിനെ എന്താണ് 4,40,000 ഇൻറ്റു ബാക്കിയുള്ള എമൗണ്ട് ആർക്കുള്ളതാണ്? ഒരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 10 ഭാഗം ആർക്കുള്ളതാണ്? പോളിസി ഹോൾഡേഴ്സിനുള്ളതാണ്. അങ്ങനെ ആണ് സാധാരണ പറയുന്നത്. അപ്പോൾ എന്തായിക്കോട്ടെ, താഴെ എന്ത് ചെയ്യുക? ലെസ് ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനുള്ള ഷെയർ ലെസ് ചെയ്യുക. ബ്രാക്കറ്റിൽ കാണിക്കുക 4,40,000 ഇൻറ്റു 1/11. അപ്പോൾ എങ്ങനെയാണ് 1:10 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 1ഉം 10ഉം കൂടിയിട്ട് 11 ഭാഗം അല്ലേ. അപ്പോൾ 1/11 ഒരാൾക്കും 10/11 ഒരാൾക്കുമാണ് വരിക. നമ്മളതിൽ എന്ത് ചെയ്തു? ഷെയർ ഹോൾഡേഴ്സിനുള്ള ഭാഗം ലെസ് ചെയ്യാണ്. ദാറ്റ് ഈസ് 4,40,000 ഇൻറ്റു 1/11. അപ്പോൾ എത്ര കിട്ടി? 40,000 കിട്ടി. ആ 40,000 കുറയ്ക്കുക. അപ്പോൾ 40,000 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? 4,40 നിന്ന് 40,000 കുറച്ചാൽ 4 ലക്ഷമാണ് ഷെയർ ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ദാറ്റ് ഈസ് 4 lakh. ഇനി എന്ത് ചെയ്യുക? ഓൾറെഡി നമ്മൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. എന്ത് പേ ചെയ്തിട്ടുണ്ട്? ബോണസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ട് കുറച്ചാലാണ് പേയബിൾ കിട്ടുക. ഇത് ടോട്ടൽ എമൗണ്ട് ആണ്. 4 lakh ആണ് അവർക്ക് ആകെ കൊടുക്കാനുള്ളത്. അതിൽ നിന്ന് പെയ്ഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പേയബിൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ലെസ് എമൗണ്ട് ഓൾറെഡി പെയ്ഡ് 1,48,000. 1,48,000 രൂപ ബോണസായിട്ട് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അത് കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ എമൗണ്ട് അവൈലബിൾ അല്ലെങ്കിൽ പേയബിൾ ഫോർ പോളിസി ഹോൾഡേഴ്സ് ദാറ്റ് ഈസ് 2,52,000. എമൗണ്ട് പേയബിൾ ഫോർ ഓർ അവൈലബിൾ ഫോർ പോളിസി ഹോൾഡേഴ്സ് എത്രയാണ്? 2,52,000 ആണ് എമൗണ്ട് അവൈലബിൾ ഫോർ പോളിസി ഹോൾഡേഴ്സ്. അടുത്ത ഹെഡിങ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞു. ഈ ടോപ്പിക്ക് ഏറെക്കുറെ 98% കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് ആണ്. എന്താണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഷുറൻസ് ഓൾ ഇൻഷുറൻസസ് അതർ ദാൻ ലൈഫ് ഇൻഷുറൻസ് ആർ നോൺ ആസ് ഓർ ട്രീറ്റഡ് ആസ് ജനറൽ ഇൻഷുറൻസ്. എല്ലാ ഇൻഷുറൻസും എന്താണ്? ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ടൈപ്പ് ഇൻഷുറൻസിനെയും നമ്മൾ എന്തായിട്ട് പറയും? ജനറൽ ഇൻഷുറൻസ് എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള അതർ ജനറൽ ടൈപ്പ് ഇൻഷുറൻസ് നോക്കാം നമുക്ക്. ഒന്ന്, ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് മീൻസ് എന്താണ്? ടു കോമ്പൻസേറ്റ് ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഫയർ. തീപിടുത്തം മൂലമുള്ള ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിന് നമുക്ക് ഫയർ ഇൻഷുറൻസ് എന്ന് പറയാം. 2, മറൈൻ ഇൻഷുറൻസ്. ടു കോമ്പൻസേറ്റ് ലോസ് കോസ്ഡ് ബൈ മറൈൻ റിസ്ക്. മറൈൻ റിസ്ക്, അതായത് മറൈൻ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വെസല്, കപ്പലൊക്കെ ഇൻഷുർ ചെയ്യാം. കപ്പൽ ഇൻഷുർ ചെയ്യുന്നതിന് മറൈൻ ഇൻഷുർ. കപ്പൽ മാത്രമല്ല, കപ്പലിൽ കടത്തുന്ന സ്റ്റോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല മറൈൻ ഇൻഷുറൻസ്. അതർ ഇൻഷുറൻസ് ആർ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫാക്ടറികളിലൊക്കെ അപകടത്തിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ ട്രെയിൻ യാത്രയ്ക്കിൽ അത്തരം കാര്യങ്ങളിൽ ഇൻഷുറൻസ് എടുക്കാം. അങ്ങനെ പല ഇൻഷുറൻസുകളുണ്ട്. ബർഗ്ലറി ഇൻഷുറൻസ്, നമ്മൾ മോഷണത്തിന് എന്ത് ചെയ്യുക? വീട് സ്ഥാപനങ്ങളൊക്കെ ഇൻഷുറൻസ് നടത്തുക. ക്രോപ്പ് ഇൻഷുറൻസ്, വിളകൾ ഇൻഷുർ ചെയ്യുക. ഇപ്പോൾ കാറ്റിന് കൃഷി നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കാറ്റിൽ ഇൻഷുറൻസ്, നമ്മൾ വളർത്തുന്ന അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇൻഷുർ ചെയ്യാം. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് വളരെ സാധാരണമായിട്ടുള്ള ഇൻഷുറൻസാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാതെ ഒരു വണ്ടിയും നമുക്ക് റോട്ടിലിറക്കാൻ പാടില്ല. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഷുറൻസ്. ഇനി
എന്താണ് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയാണ്. ദെൻ ഇതിൻ്റെ അതർ ടൈം എന്താണ്, ജനറൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റിയാണ്. ജനറൽ ഇൻഷുറൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എന്താണ്, ഒരു കാറ് സ്ക്രാച്ചായി, അല്ലെങ്കിൽ കാർ ഇടിച്ചു അല്ലേ, ഒരു 50,000 രൂപയുടെ നഷ്ടം ഉണ്ടായി. ആ വണ്ടിക്ക് 5 ലക്ഷം രൂപയാണ് വില. അപ്പോൾ 50,000 രൂപയുടെ നഷ്ടമാണ് ആര് കൊടുക്കുള്ളൂ, കമ്പനി കൊടുക്കുള്ളൂ. ആ കാറ് ചിലപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവർക്കുണ്ടായ നഷ്ടമാണ് കിട്ടുള്ളൂ. അതും നമുക്ക് ഡിപ്രീസിയേഷനൊക്കെ കഴിച്ചിട്ടേ കിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ കാരണം ഉണ്ടായാലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റാണ് ജനറൽ ഇൻഷുറൻസ്. ഇനി അതിനെപ്പറ്റി പറയാവുന്നൊരു ടേം എന്ന് പറഞ്ഞാൽ 31 മെയ് 1971 ജനറൽ ഇൻഷുറൻസ് ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്തു. അത് 2 or 3 നാഷണലൈസ്ഡ് കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ജനറൽ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഓർഡറാണ് നാഷണലൈസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അത് പബ്ലിക്കായിട്ടുള്ള നേരത്തെ കമ്പനികളൊക്കെ അവിടെ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അതേ സമയത്ത് മറ്റ് SBI പോലെയുള്ള ബാങ്കിങ് കമ്പനികളുടെ, പൊതുമേഖലാ ബാങ്കുകളുടെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്. 4 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാവുന്ന തിയറി ക്വസ്റ്റനാണ്. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് വേഴ്സസ് ജനറൽ ഇൻഷുറൻസ്. ഞാൻ കുട്ടികൾക്ക് സ്ലൈഡിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ ഒറ്റ ലൈനിലാണ് എഴുതി തന്നിട്ടുള്ളത്. അങ്ങനെ എഴുതിയാൽ പോരെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റനൊക്കെയാണ് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എഴുതാം. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഫോർ ലോങ് പീരീഡ്സ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കൂടുതലും അധിക വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. അപ്പോൾ 20 വർഷം, 14 വർഷം, കൂടുതലും ലൈഫ് ഇൻഷുറൻസ് കണ്ടിട്ടുള്ളത് ഒരു 14-20 അല്ലെങ്കിൽ 10-18 അത്തരം കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എടുക്കുന്ന ആളുകളുടെ ഏജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറുപ്പ സമയത്ത് എടുക്കുമ്പോൾ ലോങ് ഡ്യൂറേഷനിലേക്ക് നമുക്ക് മാക്സിമം പീരീഡ് എടുക്കാൻ സാധിക്കും. എന്താ ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ഈസ് എ ലോങ് പീരീഡ് കോൺട്രാക്റ്റാണ്. അതേസമയം ജനറൽ ഇൻഷുറൻസ് ഷോർട്ട് ടൈം കോൺട്രാക്റ്റാണ്, 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് അല്ലേ. 1 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിന്യൂ ചെയ്യും. 1 വർഷമാണ് എന്തിൻ്റെ പീരീഡ്, ഈ കോൺട്രാക്റ്റിൻ്റെ പീരീഡ്. 1 വർഷം കഴിഞ്ഞാൽ ജനറൽ ഇൻഷുറൻസ് എന്ത് ചെയ്യും, റിന്യൂ ചെയ്ത് പോകുന്നൊരു മെത്തേഡാണ്. ഇപ്പോൾ നമുക്കറിയാം, പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ 5 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്. ആദ്യത്തെ 2 വർഷം ഫുൾ, അല്ലെങ്കിൽ 1 വർഷം ഫുൾ കവറും, 5 വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ഒരു പുതിയ നയം ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി. സാധാരണ നോർമലി 1 വർഷമാണ് എന്തിൻ്റെ പീരീഡ്, ജനറൽ ഇൻഷുറൻസിൻ്റെ പീരീഡ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസിൽ എന്താണ് പറയുന്നത്, ദ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് എമൗണ്ട് ഈസ് അഷ്വേർഡ് ഇൻ ദ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. അതായത് ലൈഫ് ഇൻഷുറൻസിലെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് അഷ്വർ ചെയ്യുന്നു, ഉറപ്പ് കൊടുക്കുന്നു. ഒന്നാലേ ഇവൻ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എമൗണ്ട് കിട്ടും. അതേസമയം ജനറൽ ഇൻഷുറൻസിലെ ലോസ് ഒക്കർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എമൗണ്ട് കിട്ടുള്ളൂ. അതും നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഡെമിനിറ്റി എമൗണ്ടേ കിട്ടുള്ളൂ. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുട്ടികളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ദർ ഈസ് നോ ലിമിറ്റ് ടു ദ വാല്യൂ ഓഫ് ഇൻഷുറൻസ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കീഴിൽ നമുക്ക് വാല്യൂവിന് ലിമിറ്റില്ല. ഇപ്പോൾ ഒരാളുടെ ലൈഫ് അയാൾക്ക് എത്ര എമൗണ്ടിന് വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക, ഇൻഷുർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻഷുർ ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, അതിൻ്റെ പ്രീമിയം കൂടുതൽ വരും അല്ലേ. അപ്പോൾ എത്ര എമൗണ്ടിന് വേണമെങ്കിൽ ലൈഫ് ഇൻഷുർ ചെയ്യാം. അതേ സമയം തന്നെ ജനറൽ ഇൻഷുറൻസ് നമുക്ക് ഇൻഷുർ ചെയ്യുന്ന വാല്യൂവിനൊരു ലിമിറ്റ് ഉണ്ട്. വാല്യൂവിനുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഒരു ബെൻസ് കാറാണ്, ലക്ഷങ്ങൾ വില മതിക്കുന്ന ബെൻസ് കാറാണ്. നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ ആ ലക്ഷത്തിന് നമുക്ക് ഇൻഷുർ ചെയ്യേണ്ടി വരും, അതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇൻഷുർ ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്റർ എന്താണോ, നമ്മൾ ഇൻഷുർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ, ആ പ്രോഡക്റ്റിൻ്റെ വിലയ്ക്കനുസരിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇൻഷുർ ചെയ്യാൻ സാധിക്കുള്ളൂ.
അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ദ പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ലൈഫ് അഷുറൻസ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസിലെ ലൈഫ് അഷുറൻസ് ഫണ്ടിലേക്കാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. ആ പ്രോഫിറ്റ് 95% ഡിവൈഡ് ചെയ്യുന്ന പോളിസി ഹോൾഡേഴ്സിന് തന്നെയാണ്. ബാക്കി 5% മാത്രമാണ് ആർക്ക് പോകുന്നുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് മാറ്റി വയ്ക്കുന്നുള്ളൂ. അതേസമയം ജനറൽ ഇൻഷുറൻസിലെ പ്രോഫിറ്റ് മുഴുവൻ ആഡ് ചെയ്യുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസസിലേക്കാണ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ മെത്തേഡ് ഓഫ് അതർ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. രണ്ടിന് രണ്ട് മെത്തേഡാണ്. റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിൽ വ്യത്യാസമുണ്ട്. രണ്ട് മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആറാമത്തെ പോയിന്റ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു റവന്യൂ അക്കൗണ്ട് മാത്രമേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നേരത്തെ നമ്മൾ മെത്തേഡ്സ് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു മെത്തേഡ് മാത്രം അല്ലെങ്കിൽ ഒരു റവന്യൂ അക്കൗണ്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ ഇൻഷുറൻസ് ദർ ആർ സെപ്പറേറ്റ് റവന്യൂ അക്കൗണ്ട് ആർ റിക്വയർഡ്. അതായത് മറ്റ് ഇൻഷുറൻസുകളിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ജനറൽ ഇൻഷുറൻസ് നടത്തുന്ന ഒരാൾ എന്ത് ചെയ്യും, അയാൾ മോട്ടോർ പോളിസി ചെയ്യും, അവരെന്നെ ബർഗ്ലറി ഇൻഷുറൻസ് ചെയ്യും, അവരെന്നെ ക്രോപ്പ് ഇൻഷുറൻസ് ചെയ്യും. ഇതിനൊക്കെ സെപ്പറേറ്റ് എന്ത് വേണം, റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും മതി, സെപ്പറേറ്റ് റവന്യൂ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതാണ് 6 ഡിഫറൻസസ്. ഈ 6 ഡിഫറൻസസും കുട്ടികൾ നന്നായിട്ട് നോക്കി പഠിക്കണം. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ തന്നെയാണ്. ഫൈനൽ അക്കൗണ്ട് കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. പക്ഷേ മിക്കവാറും നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റവന്യൂ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. അത് നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് വരുന്ന ഐറ്റംസ് അതിൻ്റെ ഫോം കൃത്യമായിട്ട് പഠിക്കുക. അതിനെന്തൊക്കെയാണ് അതിനുള്ളിൽ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ബാങ്കിൻ്റെ പോലെയല്ല. ബാങ്ക് എടുക്കുന്ന സമയത്ത് ബാങ്കിൽ ഒരുപാട് ഐറ്റം, എന്നാലും ബാങ്ക് ഇതുപോലെ ബൈ ഹാർട്ട് പഠിച്ചാൽ ചെയ്യാം. പക്ഷേ ബാങ്കിനേക്കാൾ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി ഈസിയാണ്. കഴിഞ്ഞ കുറച്ച് നാളത്തേക്കൊന്നും വലിയ മാറ്റങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസിൽ തന്നെ ഉള്ള ഒരു അടുത്ത കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ 4 മാർക്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എന്തിനെ പഠിക്കാം, പ്രിപ്പറേഷൻ ഓഫ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പഠിക്കാം. അതും കഴിഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യുക, ചെറിയ തിയറീസൊക്കെ പഠിക്കുക. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് പഠിക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ് പഠിക്കുക. ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ പഠിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ബാങ്കിങ് കമ്പനി ഒരു എസ്എ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒരു എസ്എ ചാപ്റ്ററാണ്. ഇനി എടുക്കാൻ പോകുന്ന കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു എസ്എ ചാപ്റ്ററാണ്. കുട്ടികൾ വലിയ ടഫാണെന്നൊക്കെ പറയുന്നൊരു ചാപ്റ്ററാണ് ഇനി എടുക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് അടുത്തത് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ നമ്പർ 6 ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെൻ ആൻ എൻറ്റിറ്റി കൺട്രോൾസ് 1 or more അതർ എൻറ്റിറ്റീസ്. അതായത് സെക്ഷൻ 110 അനുസരിച്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചില പ്രിൻസിപ്പിൾസ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് എൻറ്റിറ്റിക്കാണ്? ഫോർ എൻ എൻറ്റിറ്റി കൺട്രോൾസ് 1 or more എൻറ്റിറ്റീസ്. എൻറ്റിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. മനസ്സിലായല്ലോ? IFRS നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. IFRS കമ്പനി എന്നുള്ള വാക്ക് നമ്മൾ കഴിയുന്നത് ഉപയോഗിക്കില്ല. IFRS കമ്പനി എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരു എൻറ്റിറ്റി മറ്റ് ഒന്നോ അതിലധികമോ എൻറ്റിറ്റികളെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് പവറുള്ള എൻറ്റിറ്റി ആണെങ്കിൽ ആ എൻറ്റിറ്റി പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അല്ല ആ എൻറ്റിറ്റിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്?
അല്ലേ? കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ മുൻപ് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് തരും. നിങ്ങൾക്ക് കിട്ടും. ഡിഗ്രി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കിട്ടും. അപ്പോൾ എന്താണ് ഈ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്? എല്ലാം 3 വർഷത്തെ മാർക്കുകളും ഒന്നിച്ച് എഴുതി പാസ് മാർക്കൊക്കെ എഴുതിയിട്ട് കിട്ടുന്ന മാർക്ക് ലിസ്റ്റാണ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. പാസ്സായ കുട്ടികളുടെ മാർക്ക് മാത്രമേ ടോട്ടലി ഉള്ളൂ. പാസ്സാകാത്ത കുട്ടികളുടെ മാർക്ക് ടോട്ടൽ ചെയ്ത് എഴുതില്ല. അപ്പോൾ ടോട്ടലി ഇല്ലാത്ത കുട്ടികൾ തോറ്റിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇവിടെ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത എന്നാണ് അർത്ഥം. അല്ലേ? കമ്പൈൻഡ്, അതാണ് കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the financial statement of a group of companies in which the assets, liabilities, equities, income, expenses and cash flows are presented as those of a single economic entity. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെട്ടി മാറ്റിയിട്ടാണ് സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. അതായത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ എ കമ്പനി ഓർ പ്രിപ്പയർഡ് ബൈ എ പാരൻറ്റ് കമ്പനി. എന്താ പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? പാരൻറ്റ് കമ്പനി ഈസ് എ കമ്പനി കൺട്രോൾസ് 1 or 2 അല്ലെങ്കിൽ എന്താണ് 1 or more companies. പാരൻറ്റ് കമ്പനി ഈസ് എ കമ്പനി വിച്ച് കൺട്രോൾസ് 1 or more companies ആർ ട്രീറ്റഡ് ആസ് പാരൻറ്റ് കമ്പനി. അല്ലെങ്കിൽ ആ കമ്പനികളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അത്തരം പാരൻറ്റ് കമ്പനികൾ പ്രിപ്പയർ ചെയ്യുന്ന, കമ്പൈൻഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദ പാരൻറ്റ് കമ്പനി ഈസ് നോൺ ആസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ അവിടെ കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരാം? ഇക്വിറ്റി, അതുപോലെ തന്നെ ലയബിലിറ്റീസ്, അസറ്റ്സ്, എക്സ്പെൻസ് ഒക്കെ വരാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പാരൻറ്റ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൂപ്പ് കമ്പനീസ് ആൻഡ് ഗ്രൂപ്പ് സ്ട്രക്ചർ. എന്താണ് ഗ്രൂപ്പ് കമ്പനീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈസ് ആൻ ഇക്കണോമിക് എൻറ്റിറ്റി ഫോംഡ് ഓഫ് എ സെറ്റ് ഓഫ് കമ്പനീസ് വിച്ച് ആർ ഐദർ കമ്പനീസ് കൺട്രോൾഡ് ബൈ ദ സെയിം കമ്പനി ഓർ ദ കൺട്രോളിങ് കമ്പനി ഇറ്റ് സെൽഫ്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായാലോ? അതാണ് വായിച്ചാൽ ഉണ്ടാകുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. കുറച്ചുകൂടി ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈസ് ആൻ എക്കണോമിക് എൻറ്റിറ്റി formed of a set of companies which are either companies controlled by the same company or the controlling company itself. അതായത് ഒരു കമ്പനി മറ്റ് കമ്പനികളെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റ് കമ്പനിയായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കമ്പനി 1 or 2 കമ്പനികളുടെ ഒരു ഗ്രൂപ്പാക്കി അവരുടെ അസറ്റ്സോ ലയബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് 3 കൂടി ഒരു ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് കമ്പനിയാണോ ടേക്ക് ഓവർ ചെയ്യുന്നത്, ഏത് കമ്പനിയാണോ കൺട്രോൾ ചെയ്യുന്നത്, ആ കമ്പനിയെ നമുക്ക് എന്തായിട്ട് പറയാം? പാരൻറ്റ് കമ്പനി എന്ന് പറയാം. ഏതൊക്കെ കമ്പനികളെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കമ്പനികളെ നമുക്ക് വേണമെങ്കിൽ സബ്സിഡിയറി കമ്പനീസ്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാര്യം പറയുന്നുണ്ട്. വെൻ എ ലിമിറ്റഡ് അക്വയർ മെജോറിറ്റി ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ആൻഡ് സി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി എന്ത് ചെയ്യുന്നു? ബി ലിമിറ്റഡിൻ്റെയും സി ലിമിറ്റഡിൻ്റെയും മെജോറിറ്റി ഷെയർസ് അക്വയർ ചെയ്താൽ, മനസ്സിലായല്ലോ? 3 കമ്പനീസ്, ദാറ്റ് ഈസ് എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് ആൻഡ് സി ലിമിറ്റഡ് ഈസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു കമ്പനി അവിടെ എന്ത് ചെയ്തു? എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ബി ലിമിറ്റഡിൻ്റെയും സി ലിമിറ്റഡിൻ്റെയും മെജോറിറ്റി ഷെയർസ് അക്വയർ ചെയ്തു, പർച്ചേസ് ചെയ്തു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എയും ബിയും സിയും എന്തായിട്ട് അറിയപ്പെടുന്നു? ഒരു ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നു. ഇതിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒന്നിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെന്തായിട്ട് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ചില സ്ട്രക്ചറുണ്ട്. അതിന് ഒരുപാട് വഴികളുണ്ട്. നമുക്ക് 1, 2, 3 വഴികൾ ഇവിടെ പറയാം. ഒന്നാമത്തെ പോയിൻ്റ്, 1 or more business may become subsidiaries of an acquirer or the net assets of 1 or more business are largely merged into acquirer. അതായത് 1 or businesses may become subsidiaries of an acquirer. ഒരു acquirer കമ്പനിയുടെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്, ഒരു acquirer കമ്പനിയുടെ എന്ത് ചെയ്യുന്നു? ആ കമ്പനി മറ്റ് കമ്പനികളുടെ 1 or അധികമോ കമ്പനികളുടെ എന്ത് ചെയ്യുന്നു? ബിസിനസ് അക്വയർ ചെയ്യുന്നു. ബിസിനസ് അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ബിസിനസ് പർച്ചേസ് ചെയ്യും.
അത്തരം കേസുകൾ. അതും അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഷെയർ മുഴുവൻ വാങ്ങും, അങ്ങനെയാവാം. രണ്ടാമത്തെ കേസ്, വൺ ഗ്രൂപ്പ് എൻറ്റിറ്റി ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് നെറ്റ് അസറ്റ്സ് ഓർ ഇറ്റ്സ് ഓണേഴ്സ് ട്രാൻസ്ഫർ ദെയർ ഇക്വിറ്റി ഷെയർസ് ടു അനദർ കമ്പൈനിങ് എൻറ്റിറ്റി. അതായത് രണ്ടാമത്തെ കേസിൽ വൺ ഗ്രൂപ്പ് എൻറ്റിറ്റി ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് നെറ്റ് അസറ്റ്സ്, ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, അവരുടെ നെറ്റ് അസറ്റ്സ് വേറൊരു ഗ്രൂപ്പിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അടുത്ത ഗ്രൂപ്പിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായാലോ? അതും അല്ലെങ്കിൽ അവരുടെ ഷെയർ അടുത്ത ഗ്രൂപ്പിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, അങ്ങനെ ആവാം. മൂന്നാമത്തെ പോയിന്റ്, ഓൾ ദ ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസ് ട്രാൻസ്ഫർ ദെയർ നെറ്റ് അസറ്റ്സ് ഓർ ഓർ ദ ഓണേഴ്സ് ഓഫ് ദോസ് എൻറ്റിറ്റീസ് ട്രാൻസ്ഫർ ദെയർ ഇക്വിറ്റി ഷെയർസ് ടു എ ന്യൂ എൻറ്റിറ്റി. ഒരു 2-3 കമ്പനികളുടെ ഷെയറൊക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഇക്വിറ്റി അല്ലെങ്കിൽ എൻറ്റിറ്റിക്ക്, പുതിയ കമ്പനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, 1-2-3 കമ്പനികളുടെ ഷെയർസ് ഒരു പുതിയ കമ്പനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ഞാനപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ പഠിച്ചാൽ മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തൊരു പോയിന്റ്, എ ഗ്രൂപ്പ് ഓഫ് ഫോർമർ ഓണേഴ്സ്, ഒരു മുൻ ഓണേഴ്സ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ കൺട്രോളിംഗ് പവർ ഏറ്റെടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ബിസിനസ് സ്ഥാപനം, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കൂടുതൽ ഷെയറുകളും കുറച്ച് സുഹൃത്തുക്കൾ കൂടി വാങ്ങി. അപ്പോൾ പിന്നീട് ആ കമ്പനിയുടെ കൺട്രോളിങ് അവർക്കാണ്. അത് സുഹൃത്തുക്കളെന്ന് ഞാൻ പറഞ്ഞത് കമ്പനികളാണെന്ന് വിചാരിക്കുക, അല്ലേ? അത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, വേറെ 1-2 കമ്പനികളുടെ ഷെയർസ് ഒന്നിച്ച് പർച്ചേസ് ചെയ്താൽ അവരെ കൺട്രോളിങ് പവർ ഈ കമ്പനിയുടെ കയ്യിൽ വന്നു. അത്തരം രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ടേക്ക് ഓവർ നടത്താം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വരാം. അടുത്ത കൺട്രോളാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൺട്രോൾ എന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് കൺട്രോൾ, അല്ലേ? അപ്പോൾ അതിന് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 ഇൻട്രൊഡ്യൂസസ് എ സിംഗിൾ കൺട്രോൾ മോഡൽ ഫോർ ഓൾ എൻറ്റിറ്റീസ്, അല്ലേ? ഒരു സിംഗിൾ കൺട്രോൾ മോഡ് എല്ലാ കമ്പനികൾക്കും കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? ആൻ ഇൻവെസ്റ്റർ കൺട്രോൾസ് ആൻ ഇൻവെസ്റ്റീ വെൻ ദ ഇൻവെസ്റ്റർ ഈസ് എക്സ്പോസ്ഡ് ഓർ ഹാസ് റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ് ഫ്രം ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ് with the investee and has the ability to affect those returns through its power over the investee. അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോളിന് വേണ്ടിയിട്ട് സിംഗിൾ മോഡലുകൾ പറയുന്നുണ്ട്, സിംഗിൾ കൺട്രോൾ മോഡലുകൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് കൺട്രോളിങ് മോഡൽസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ റൈറ്റ് എക്സ്പോസ് ചെയ്യാം, എന്തിൻ്റെ പേരിൽ, റൈറ്റ് ടു വേരിയബിൾ റിട്ടേൺസ് ഫ്രം ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ്. അതായത് ഒരു ഇൻവെസ്റ്ററുടെ ഇൻവോൾവ്മെൻറ്റിൽ നിന്ന്, ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേരിയബിൾ റിട്ടേൺസ്, അല്ലേ, വെറൈറ്റി ഓഫ് റിട്ടേൺസ് കിട്ടാം. ആ റിട്ടേൺസിൻ്റെ മുകളിൽ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഇൻവെസ്റ്റർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിന് ഈ റിലേഷൻഷിപ്പിന്, ഈ പാരൻ്റ് സബ്സിഡറി റിലേഷൻഷിപ്പിന് ചില കണ്ടീഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പാരൻ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് എന്ന് കണ്ടുപിടിക്കുക? അതും അല്ലെങ്കിൽ നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പാരൻ്റ് കമ്പനി, ഏത് കമ്പനിയാണോ കൺട്രോളിങ് പവർ കയ്യിലുള്ളത് ആ കമ്പനിയെ പാരൻ്റ് കമ്പനി എന്ന് പറയാം, അല്ലേ? ഏത് കമ്പനിയുടെ കൺട്രോളാണോ ഉള്ളത് ആ കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് പറയാം. അപ്പോൾ ഇവിടെ അതിൻ്റെ പാരൻ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം എന്നുള്ളതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, പവർ ഓവർ ദ ഇൻവെസ്റ്റീ. ഇൻവെസ്റ്റിയുടെ മുകളിലുള്ള ഇൻവെസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനിയെയാണ് ഇൻവെസ്റ്റി എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റിയുടെ പേരിലുള്ള പവർ എന്താണ്, അതൊരു കൺട്രോള് നമുക്ക് നിർണ്ണയിക്കേണ്ട ഒരു പോയിൻ്റാണ്. 2, എക്സ്പോഷർ ഓർ റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ്. നമ്മുടെ എക്സ്പോഷർ റൈറ്റ്സും വേരിയബിൾ റിട്ടേൺസ് ഫ്രം ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ ഇൻവെസ്റ്റി. നമ്മുടെ ഇൻവെസ്റ്റിയുടെ കയ്യിലുള്ള നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ മുകളിൽ നമുക്കുള്ള റൈറ്റ്, ഇതിനെയാണ് പറയുന്നത്. 3, ദ എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ ഓവർ ദ ഇൻവെസ്റ്റി ടു എഫക്ട് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ. അതായത് ഇൻവെസ്റ്ററുടെ എബിലിറ്റി, എന്തിൻ്റെ മുകളിൽ, ഇൻവെസ്റ്റിയുടെ റിട്ടേണിൻ്റെ മുകളിലുള്ള എബിലിറ്റി. അതായത് എന്താ ഇൻവെസ്റ്റിയുടെ റിട്ടേൺ, എന്താ ഒരു കമ്പനിയുടെ റിട്ടേൺ എന്താണ്, അതിൻ്റെ പ്രോഫിറ്റ്സും മറ്റ് വരുമാനങ്ങളൊക്കെ, ഇതിൻ്റെ മുകളിലുള്ള കഴിവ് അല്ലെങ്കിൽ കൺട്രോളിങ് പവർ. ഇതിനെയാണ് 3 കണ്ടീഷൻസായിട്ട് ലാസ്റ്റിലത്തെ കണ്ടീഷൻ പറയുന്നത്. നമുക്ക് എന്താ നോക്കാം. പവർ ഓവർ ദ ഇൻവെസ്റ്റി.
എന്താണ് പവർ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, an investor has power over an investee if it has existing rights that give it the current liability to direct the relevant activities. An investor only needs to have the ability to control relevant activities, and it is not relevant whether the investor actually exercise this ability. അതായത് ഇൻവെസ്റ്റർക്ക് എന്താണ് ചില എബിലിറ്റികൾ വേണം എന്തിനു ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ. അവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാം, ചിലപ്പോൾ കൺട്രോൾ ചെയ്യാതിരിക്കാം. പക്ഷേ അവിടെ എബിലിറ്റി ടു കൺട്രോൾ ഉണ്ടോ എന്ന് നോക്കണം. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കേട്ടോ. അതിൽ ബിക്കോസ് ഓഫ് ദ വേ ഇൻ വിച്ച് പവർ ഈസ് അനലൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ AS 110, എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊട്ടക്റ്റീവ് ആൻഡ് സബ്സ്റ്റാൻസീവ് റൈറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് റൈറ്റ് ഉണ്ടോ, അതായത് കൺട്രോളിങ് പവർ ഉണ്ടോ എന്ന് നോക്കുന്നതിന് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ച് ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. എന്താ ക്രൈറ്റീരിയ എന്ന് നോക്കാം നമുക്ക്. ഒന്ന്, രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് പ്രൊട്ടക്റ്റീവ് റൈറ്റും മറ്റൊന്ന് സബ്സ്റ്റാൻറ്റീവ് റൈറ്റും. പ്രൊട്ടക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ ടെക്സ്റ്റിലത്തെ സെൻറ്റൻസ് ഉപയോഗിക്കുന്നില്ല, കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാകാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. പ്രൊട്ടക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റീയുടെ റൈറ്റിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റീക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന റൈറ്റാണ് പ്രൊട്ടക്റ്റീവ് റൈറ്റ്, ആ പേര് പറയുന്ന പോലെ തന്നെ. പക്ഷേ സബ്സ്റ്റാൻറ്റീവ് റൈറ്റ് അങ്ങനെയല്ല. എന്ത് ചെയ്യാം, ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ദ ഹോൾഡർ മസ്റ്റ് ഹാവ് ദ പ്രാക്ടിക്കൽ എബിലിറ്റി ടു എക്സസൈസ് ദ റൈറ്റ്. ഹോൾഡർക്ക് ആരുടെ കൈവശമാണോ ഷെയർ ഇരിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോളിങ് പവർ ഇരിക്കുന്നത്, അവർക്ക് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ, എബിലിറ്റി ടു എക്സസൈസ് ദെയർ പവേഴ്സ് എന്നാണ് പറഞ്ഞത്. ആ പവർ എക്സസൈസ് ചെയ്യാനുള്ള കഴിവുള്ളവരെയാണ് എന്തായിട്ട് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ റൈറ്റ് ഉള്ളവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പാരൻറ്റ് കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. സബ്സ്റ്റാൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ആളുകളെ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട്, എക്സ്പോഷർ ഓർ റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ്. എന്താണ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എക്സ്പോഷർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള, റീഡയറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് ഓഫ് റിട്ടേൺസ് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഓഫ് റിട്ടേൺസ് ആർ ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം ദ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, ഫീസ് ഫോർ സർവീസിങ്, ടാക്സ് ബെനിഫിറ്റ്സ് എക്സെട്ര, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ പറയാം, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി പറഞ്ഞത്. നമുക്ക് അത് ആ രീതിയിൽ പറയാം. ദ സെക്കൻഡ് ക്രൈറ്റീരിയൻ ആൻ ഇൻവെസ്റ്റർ ഹാസ് ടു മീറ്റ് ടു ഹാവ് കൺട്രോൾ ഓൺ ഇൻവെസ്റ്റീ ഈസ് ടു ബി എക്സ്പോസ്ഡ് ടു വേരിയബിൾ റിട്ടേൺസ് ഫ്രം ദ ഇൻവെസ്റ്റീ. ആ ഇൻവെസ്റ്റീയുടെ വേരിയബിൾ റിട്ടേൺസ് എക്സ്പോസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിലുള്ള റൈറ്റ് ആർക്കുണ്ട്, ഇയാൾക്കുണ്ടെങ്കിൽ അയാൾ പാരൻ്റ് കമ്പനിയാണ്. മൂന്ന്, ദ എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ. ഇനി ആ പവർ യൂസ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. ദ തേർഡ് കൺട്രോൾ ക്രൈറ്റീരിയൻ റിക്വയർസ് ആൻ ഇൻവെസ്റ്റർ ടു ഹാവ് ദ എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ ടു എഫക്ട് ദ ഇൻവെസ്റ്റേഴ്സ് വേരിയബിൾ റിട്ടേൺസ്. ആ പവർ എന്ത് ചെയ്യണം, വേരിയബിൾ റിട്ടേൺസിനെ എഫക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സ്പോഷർ ചെയ്യാനുള്ള റൈറ്റ് വേണം. മൂന്നാമത് പറഞ്ഞാൽ ആ വേരിയബിൾ റിട്ടേൺ എന്ത് ചെയ്യുക, അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ടോ, ഇയാൾക്കുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസും സക്സസ് ആണെങ്കിൽ അയാളൊരു പാരൻ്റ് കമ്പനിയാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസോൾട്ടേഷൻ ഓർ നീഡ് ഫോർ കൺസോൾട്ടേഷൻ. എന്താണ് കൺസോൾട്ടേഷൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്. ഒന്നാമത്തെ പോയിൻ്റ്, ദ സ്റ്റാൻഡേർഡ് റിക്വയർസ് ആൻ എൻറ്റിറ്റി that is parent company that controls one or more other entities, that is subsidiaries, to present a statement consolidating the items of the group of companies. ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാരൻ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയൊക്കെ ആയിക്കോട്ടെ, ഇവരെന്ത് ചെയ്യണം, ഇവരുടെ എല്ലാം ഒന്നിച്ച് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോളിഡേറ്റഡ് ആയിരിക്കണം. ഇതിലേറ്റവും പിന്നീട് നമ്മൾ പഠിക്കും, ഇവിടെ കൃത്യമായിട്ട് തന്നെ ഈ റൂൾസിലൊക്കെ പറയുന്നുണ്ട്, പാരൻ്റ് കമ്പനി ഏതാണോ, ബിഗ് കമ്പനി ഏതാണോ, പാരൻ്റ് കമ്പനി എന്നല്ല, ഏറ്റവും വലിയ ഷെയറുള്ള കമ്പനി ഏതാണോ അവരാണ് കൺസോളിഡേറ്റഡ് ചെയ്യണം. അപ്പോൾ നമുക്കത് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു പാരൻ്റ് കമ്പനി ഒന്നോ അതിലധികമോ ഒന്നോ രണ്ടോ സബ്സിഡറി കമ്പനീസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ കൺസോളിഡേറ്റഡ് ആയിട്ടാണ്, ഒന്നിച്ചിട്ടാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ്.
പോയിന്റ്. 2, ഇറ്റ് ഡിഫൈൻസ് ദ പ്രിൻസിപ്പിൾ ഫോർ കൺട്രോൾ ആൻഡ് എസ്റ്റാബ്ലിഷ് കൺട്രോൾ ആസ് ദ ബേസിസ് ഫോർ കൺസോളിഡേഷൻ. ഈ ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ 110 ആണ്. ഈ 110 എന്ന് പറയുന്ന നമ്മുടെ എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു? ഡിഫൈൻസ് ദ പ്രിൻസിപ്പിൾ ഫോർ കൺട്രോൾ ആൻഡ് എസ്റ്റാബ്ലിഷസ് കൺട്രോൾ. കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. കൺസോളിഡേറ്റഡ് അക്കൗണ്ട് അങ്ങനെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള പ്രിൻസിപ്പിൾസും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇറ്റ് സെറ്റ്സ് ഔട്ട് ഹൗ ടു അപ്ലൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾ ടു ഐഡൻറ്റിഫൈ വെദർ ആൻ ഇൻവെസ്റ്റർ കൺട്രോൾസ് ആൻ ഇൻവെസ്റ്റി ആൻഡ് ദെർഫോർ മസ്റ്റ് കൺസോളിഡേറ്റ് ദ ഇൻവെസ്റ്റി. അതായത് ആരാണോ ഇൻവെസ്റ്റി, ഈ ഇൻവെസ്റ്റർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഇൻവെസ്റ്റിയെ, ഇൻവെസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺ ആണോ, അതുകൊണ്ട് തന്നെ കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം. ആര് പറയുന്നു? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 പറയുന്നു. 4ാമത്തെ പോയിന്റ്, ഇറ്റ് സെറ്റ്സ് ഔട്ട് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ സെറ്റ് ഔട്ട് ചെയ്യുന്നു. 5ാമത്തെ പോയിന്റ്, ഇറ്റ് ഡിഫൈൻസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് സെറ്റ്സ് ഔട്ട് എക്സെപ്ഷൻസ് ടു കൺസോളിഡേറ്റിംഗ് സർട്ടൻ സബ്സിഡീസ്. ഇവർ തന്നെ എന്ത് ചെയ്യുന്നു? ചില കമ്പനികൾക്ക് ഇതിന് എക്സംഷൻ കൊടുക്കും. ചില കമ്പനികൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള എക്സംഷൻ കൊടുക്കും കേട്ടോ. അങ്ങനെയുണ്ട്. അടുത്തതിൻ്റെ സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? സ്കോപ്പ് എന്ന് ചോദിച്ചാൽ എന്താണ്? കൺസോളിഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആര് പ്രിപ്പയർ ചെയ്യണം? എനി എൻറ്റിറ്റി കൺട്രോൾസ് 1 or more അതർ എൻറ്റിറ്റീസ് കോൾഡ് എ പാരൻറ്റ് കമ്പനി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഇവരതിൽ കൂടി ഒന്നുകൂടി പറയുന്നു, ഷാൾ പ്രിപ്പയർ ഓർ പ്രസൻറ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110. അപ്പോൾ എന്താ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 അനുസരിച്ച് എല്ലാ പാരൻറ്റ് കമ്പനികളും എന്ത് പ്രിപ്പയർ ചെയ്യണം? എല്ലാ പാരൻറ്റ് കമ്പനികളും കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ സ്കോപ്പ്? ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110ൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എക്സംഷൻസ് ആണ്. എക്സംഷൻസിലെ നമുക്ക് നേരത്തെ പറഞ്ഞോളൂ, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ചില എക്സംഷൻസ് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഇറ്റ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓർ ഇറ്റ് ഈസ് എ പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ഓഫ് another entity and all of its owners including those not otherwise entitled to vote. അതായത് ഇത് ഒരു ഒരു കൺസോളിഡേഷൻ ഒരു കൺസോളിഡേഷൻ ആവശ്യമില്ലാത്തൊരു കേസ് വരെയാണ്. ഹോളി ഓൺഡ് സബ്സിഡറിയോ അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറിയോ ഇതിൽ ഓണേഴ്സ് എല്ലാവരും സെയിമോ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ദോസ് നോട്ട് അതർവൈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട്, അതായത് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. അപ്പോൾ ഹോളി ഓൺഡ് സബ്സിഡറി ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എക്സംഷൻ നേടാം. 2ാമത്തെ പോയിന്റ്, ഇറ്റ്സ് ഡെപ്റ്റ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ നോട്ട് ട്രേഡഡ് ഇൻ എ പബ്ലിക് മാർക്കറ്റ്. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ, പബ്ലിക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്ത കമ്പനികളുടെ കൺസോളിഡേഷൻ വേണം നിർബന്ധമില്ല. കുട്ടികൾക്ക് അത് അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം നമുക്ക്, പബ്ലിക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്ത ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ആണ് ഈ കമ്പനികളുടെ എന്നുണ്ടെങ്കിൽ അത് വേണ്ട. 3ാമത്തെ പോയിന്റ്, ഇറ്റ് ഡിഡ് നോട്ട് ഫയൽ നോർ ഈസ് ഇറ്റ് ഇൻ പ്രോസസ് ഓഫ് ഫയലിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് എ സെക്യൂരിറ്റീസ് കമ്മീഷൻ ഓർ അതർ റെഗുലേറ്ററി ഓർഗനൈസേഷൻ. അവരുടെ ഫയൽ ഒരു സെക്യൂരിറ്റീസ് ഓർഗനൈസേഷനിലും മറ്റൊരു ഓർഗനൈസേഷനിലും അവർ ഫയൽ ചെയ്യാത്തൊരു ക്ലാസ് ഓഫ് കമ്പനിയാണെങ്കിൽ അതിന് ആവശ്യമില്ല കേട്ടോ. അത്ര കേസുകൾ ശ്രദ്ധിക്കുക. ഇറ്റ്സ് അൾട്ടിമേറ്റ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് പാരൻറ്റ് പ്രൊഡ്യൂസേഴ്സ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ പബ്ലിക് യൂസ് ആൻഡ് കംപ്ലൈ വിത്ത് ഇന്ത്യൻ ഐഎസ്. ഇനി നമ്മുടെ ഈ കമ്പനികളുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാരൻറ്റ് പ്രൊഡ്യൂസേഴ്സ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏതെങ്കിലും കമ്പനികൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട. ഇൻ അഡീഷൻ, ഇത് കൂടാതെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്ന 2 കാര്യങ്ങൾ കൂടിയുണ്ട്. പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് പ്ലാൻസ്. പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസിനെ
അതായത് എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 അനുസരിച്ച് എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നുണ്ട്. അത്തരം കമ്പനികൾക്ക് എന്താവശ്യമില്ല, ഇത് ആവശ്യമില്ല. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ഈസ് എൻ എൻറ്റിറ്റി ഹൂസ് ബിസിനസ് പർപ്പസ് ഈസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. മനസ്സിലായാലോ? ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി മാത്രമാണെങ്കിൽ അവർക്കും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് പഠിച്ചാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ല, എങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത അക്കൗണ്ടിങ് റിക്വയർമെൻ്റ് ആണ്. എ പാരൻറ്റ് കമ്പനി ഷാൾ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മുതലുള്ള കാര്യങ്ങളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന കാരണം കൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് അതിനുള്ള സമയമില്ല, ഒന്നിച്ച് പറയുകയാണ് നല്ലത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.